പ്രിയപ്പെട്ടവരെ, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് അഹാന കൃഷ്ണ അമ്മുമ്മ തൻവി എന്ന് പറയുന്ന അഹാന കൃഷ്ണയുടെ കസിൻ. ഈ വീഡിയോ എനിക്ക് ഒറ്റ വീഡിയോ ആയിട്ട് നിർത്താൻ പറ്റുമോ എന്ന് അറിയില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളത് മനസ്സിലാക്കണം. കാരണം എല്ലാവരും കൃഷ്ണകുമാറിൻ്റെ കുടുംബക്കാരെ കിടന്ന് ചീത്ത വിളിക്കുമ്പോൾ ഇതിലൊരു സത്യം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഞാൻ എൻ്റെ സ്വന്തം കുടുംബത്തിലുണ്ടായൊരു കാര്യം സഹിതം നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാക്കി തരാം. അതായത് എൻ്റെ സ്വന്തം സഹോദരൻ, എന്നെക്കാളും ഒരു 13 വയസ്സിന് മൂത്തത്, എൻ്റെ സ്വന്തം മോളെ പോലെ എന്നെ ഡെയിലി കണ്ടില്ലെങ്കിൽ എൻ്റെ ബ്രദറിന് ഭയങ്കര വിഷമമാണ്. അങ്ങനത്തെ എൻ്റെ ബ്രദർ. അപ്പോൾ ബ്രദർ ഓട്ടോ ഓട്ടിക്കുന്ന ആളാണ്. എല്ലാ ദിവസവും എന്നെ രാവിലെ ഓഫീസിൽ കൊണ്ടുപോകും, വൈകുന്നേരം തിരിച്ചു വരും. ചെറുതായിരുന്നപ്പം ബ്രദർ എന്നെ എടുത്തുകൊണ്ട് കിടന്ന് ഭയങ്കര സ്നേഹമെന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ മറ്റു സഹോദരങ്ങളും സ്നേഹമുള്ളവർ തന്നെയായിരുന്നു. അപ്പോൾ ഈ ബ്രദറിന് ഒരു 76 വയസ്സായപ്പം മരിച്ചിട്ട് 1-2 വർഷമായി. ഈ ബ്രദർ മോൻ്റെ കൂടെയാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് താമസിച്ചിരുന്നത്. അപ്പോൾ മോൻ്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടി കണ്ണൂർ. അപ്പോൾ മോൻ്റെ ഭാര്യ ആ സമയം ഗർഭിണിയായിരുന്നു. അപ്പോൾ ഈ ബ്രദറിനാണെങ്കിൽ മോൻ്റെ കൂടെ നിൽക്കുന്ന ഇഷ്ടമായതുകൊണ്ട് മാത്രമല്ല, അവൻ കൂടെ കൊണ്ടുപോയി. അവൻ നല്ല സ്നേഹമാണ്, നല്ലോണം നോക്കും. മറ്റ് 2 പെൺകുട്ടികളും ഉണ്ട്, എങ്കിലും അവരും ജോലിയുള്ളവരാണ്. അവൻ കൊമേഴ്സ്യൽ ടാക്സിൽ ഇൻസ്പെക്ടറാണ്. അപ്പോൾ നല്ല രീതിയിൽ നോക്കും. അപ്പോൾ ഈ പ്രായമുള്ള ആളിനെ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് അവർ മാറുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ വരും. മാത്രമല്ല എല്ലാ ദിവസവും എന്നെ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ നാട്ടുകാരിലെല്ലാവരെയൊക്കെ വളരെ സ്നേഹമാണ്. അതൊക്കെ പെട്ടെന്ന് മാറിയപ്പോൾ വളരെ ബുദ്ധിമുട്ടും പ്രയാസവും, വയസ്സായതല്ലേ, ഒരുപാട് പ്രയാസമൊക്കെ ആയി. അപ്പം അതിനേക്കാളും ഇവിടെ നിന്ന് അവിടെ പോയപ്പോഴത്തേക്കും മനസ്സ് നോർമൽ അല്ലാതായി. പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കാൻ തുടങ്ങി, കള്ളം പറയാൻ തുടങ്ങി. ഇവിടെ വെച്ച് ചെറുതായിട്ടൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ പ്രശ്നം, പുള്ളിക്ക് മനസ്സിന് വിഷമം തോന്നണ എന്തോ ഇവരുടെ വീട്ടിലുണ്ടായെന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ അതൊന്നും നടന്നിട്ടില്ല. അപ്പം അവന് ചിലപ്പം ദേഷ്യവും വരുമായിരുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കും ഭാര്യ ഗർഭിണിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ പ്രസവിക്കാനുള്ള ഏതാണ്ട് സമയം എടുത്തപ്പം ഇദ്ദേഹം വളരെ വയലൻ്റായി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചിട്ട് പറയും കണ്ണൂരെന്ന് ഉടനെ എന്നെ ഇങ്ങ് കൊണ്ടുപോകണം. അപ്പം ഞാൻ പറഞ്ഞു, ഇത്രയും ദൂരം എങ്ങനെയാണ്, ഇത്രയും ദൂരമല്ലേ, അങ്ങനെ പെട്ടെന്ന് വരാൻ പറ്റും? ദൂരമോ? അവിടെ നിന്ന് അങ്ങ് താഴെ ഇറങ്ങുന്നത് ശാസ്താമംഗലം. അവിടെ കൂടെ എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി സ്വയബോധം ഇല്ലാതെയാണ് സംസാരിക്കുന്നതെന്ന്. സംസാരിക്കുമ്പോൾ ഒന്നും നമുക്ക് അബ്നോർമലും തോന്നേയില്ല. അതാണ് വേറൊരു കാര്യം. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി. ഡോക്ടർ പറഞ്ഞു ഇതൊരു 10-16 വർഷം മുതൽ തുടങ്ങിയാണ്, അൾഷിമേഴ്സിൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നറിയാം, സെർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളെല്ലാം ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ കണ്ടു തുടങ്ങി. പിന്നെ വേറൊരു പ്രധാന കാര്യം, പലർക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് മാത്രമല്ല. എന്നിട്ട് പിന്നെ അവൻ ഗർഭിണിയായി അവിടെ തന്നെ നോക്കാമെന്ന് പറഞ്ഞ് പിന്നെ ഒരു നല്ല റൂമൊക്കെ എടുത്ത് പ്രസവിക്കുന്ന അതിനടുത്ത് തന്നെ ഒരു റൂമും കൂടെ ക്ലിയർ ചെയ്ത് എടുക്കാമെന്ന് പറഞ്ഞ് അവർ എല്ലാം ക്ലിയർ ചെയ്തൊക്കെ വെച്ച്. പക്ഷെ അണ്ണൻ ഭയങ്കര വയലൻ്റായി. അപ്പോൾ അവൻ്റെ ഭാര്യ പ്രസവിക്കുന്ന 2-3 ദിവസം മുന്നേ എന്നെ വിളിച്ചിട്ട്, ആൻറ്റി ഞാൻ എൻ്റെ ഡാഡി അങ്ങ് കൊണ്ടുവരട്ടാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി കൊണ്ടുപോവാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വന്നത് കാറിലാണ് വന്ന് കുറച്ച് ദൂരം ഇരിക്കുമ്പോൾ ശരീരത്തിന് ബുദ്ധിമുട്ടല്ലേ. അവിടെ കിടന്ന് വണ്ടിക്കകത്ത് കിടന്ന് ഭയങ്കര ബഹളം. വഴിയിൽ വെച്ച് അവൻ ഒരു പോലീസുകാരനെ കണ്ടിട്ട് പോലീസിൻ്റെ അടുത്ത് ചെന്ന് കാര്യം രഹസ്യമായിട്ട് പറഞ്ഞ് എന്ന് ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുന്നു. അവിടെ വെച്ച് അവർ ഉറക്ക ഗുളിയൊക്കെ കൊടുക്കുമായിരുന്നു, ചെറുതായിട്ട് ഡോക്ടർ. അപ്പോൾ അതൊക്കെ കഴിക്കൂല, ഗുളിയൊന്നും കഴിക്കൂല, നീ എന്നെ പറ്റിക്കാൻ നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായി. അപ്പോൾ ആ പോലീസുകാർ വന്ന് അവൻ തന്നെ പറഞ്ഞു, സാറേ എന്നെ ഒന്ന് വിരട്ടിയാൽ മതി, അപ്പം എൻ്റെ ഡാഡി മിണ്ടാതിരിക്കുന്നു. അങ്ങനെ ആ പോലീസുകാർ വന്ന് ഇവനെ വിരട്ടിയിട്ടുണ്ട്. എടാ മര്യാദയ്ക്ക് നീ പോലീസുകാരുടെ എന്ന് പറഞ്ഞു കൊടുത്തെന്നറിയാമോ, എന്നതാ സാറേ ചുമ്മാ കൊണ്ടിട്ട് കറക്കണ്, പിന്നെ ഇവനെ എനിക്ക് അറിഞ്ഞുകൂടാ ആരോ ആണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു കളഞ്ഞു. അപ്പം പോലീസുകാർക്ക് മനസ്സിലായി വയസ്സായതല്ലേ, സംസാരത്തിന് ഒരു പ്രശ്നമില്ലാന്നും കൂടെ മനസ്സിലാക്കണം. അവസാനം പോലീസുകാർ ഇവനെ വെറുതെ എങ്കിലും തന്നെ പോലീസുകാരത്ത് എന്നെ വെറുതെ ഒന്ന് വിരട്ടിയാൽ മതി സാറ്. അപ്പോൾ
എൻ്റെ ഡാഡിക്ക് സമാധാനമാവും, പിന്നെ മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞ് അവർ തന്നെ ഇവനെ വിരട്ടിയിട്ട് കൊടുക്കാനുള്ള മരുന്നൊക്കെ കൊടുത്ത്, എന്നിട്ട് വെള്ളമൊക്കെ കൊടുത്ത് വിട്ട്. അത് കഴിഞ്ഞിട്ട് കൊല്ലത്തെത്തിയപ്പം വീണ്ടും ഇടയ്ക്ക് ഉറങ്ങി. എന്നിട്ട് പിന്നെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. കാരണം കാലൊക്കെ വേദന എടുക്കേ, ഒരേ ഇരിപ്പിരിക്കണേല്ലേ. കാറിൽ കിടത്തിയാണ് കൊണ്ടുവന്നത്, എങ്കിലും പ്രായം ചെന്നതുമല്ലേ. അപ്പം വീണ്ടും പ്രശ്നമായി. അപ്പോൾ അവിടെ കുറേ ആൾക്കാരുണ്ട്, നാട്ടുകാർ. അപ്പോൾ അവരടുത്ത് രഹസ്യമായിട്ട് ഇവൻ ചെന്ന് കാര്യം പറഞ്ഞു, ഇങ്ങനെയാണ് ഞാൻ ഭയങ്കര ബഹളം, മരുന്ന് കഴിക്കാനും ബുദ്ധിമുട്ട്, എങ്ങനെയെങ്കിലും ഒന്ന് സമാധാനത്തിൽ നിങ്ങൾ എന്നെ തന്നെ കുറ്റം പറഞ്ഞ് വിടാൻ പറഞ്ഞു. അങ്ങനെ അവർ ഒന്നല്ല, അണ്ണൻ്റെ മോനെ കുറേ വഴക്കൊക്കെ പറഞ്ഞ് അങ്ങനെ അണ്ണനെ സമാധാനമായി. എടാ മര്യാദയ്ക്ക് കൊണ്ടുവിടണം, നീ അത്ര ദൂരമൊന്നുമുള്ളതല്ല, നീ എന്നുവെച്ചാൽ പുള്ളി പറയണത് കണ്ണൂരൊന്ന് പിന്നെ കുറച്ച് ദൂരം പോയാൽ നമ്മളെ ട്രിവാൻഡ്രത്തുള്ള ശാസ്തമംഗലം എത്തും, പിന്നെ അവിടെ നിന്ന് കയറിയാൽ മതി, അതിനാണ് ഈ എന്നെ കറക്കുന്നതെന്നാണ് പുള്ളി പറഞ്ഞത്. പുള്ളിക്ക് അത്രയ്ക്ക് അപ്പം മനസ്സിലായി കാണുമല്ലോ, അത്രയ്ക്കുള്ള ഓർമ്മശക്തിയേ ഉള്ളൂ. അങ്ങനെ ബഹളമൊക്കെ വെച്ച് പിന്നെ അവർ പറഞ്ഞടാ, സാറ് പറയുമ്പോൾ നീ കൊണ്ടുപോടാ, നീ ഇത്ര ഇട്ട് കറക്കണേതിന്, നീ പറ്റിക്കണല്ലേ എന്നൊക്കെ പറഞ്ഞ അവനെ ഒരു വിരട്ടൊക്കെ വിരട്ടി വീണ്ടും കഴിക്കാനുള്ള ഗുളികയൊക്കെ അവർ തന്നെ കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് അങ്ങനെ ട്രിവാൻഡ്രത്തെത്തി വീട്ടിൽ വന്നു. കുറേ ദിവസം എന്നെ ഒരു 6-7 മാസം കൊണ്ട് കാണുന്നില്ലല്ലോ, അപ്പം നല്ല സ്നേഹമായിരുന്നു. അത് കഴിഞ്ഞ് പുള്ളി ഇവൻ്റെ ഭാര്യ പ്രസവിച്ചപ്പം അടുത്ത് ബഹളം തുടങ്ങി എൻ്റെ അടുത്ത്. ഇവിടെ നിന്ന് വട്ടിയൂർക്കാവ് ചെന്നിട്ട് ആ ശാസ്തമംഗലം വഴി അങ്ങ് കയറിയാൽ മതി, എനിക്ക് ഇപ്പം തന്നെ കൊച്ചിനെ കാണണം. നമ്മളാകെ വിഷമിച്ച്. പിന്നെ പുള്ളിയുടെ സ്വഭാവം ആകെ മാറി, പ്രശ്നമായി. കയ്യിൽ അഴിച്ച് കയ്യിൽ വയ്ക്കും, പിന്നെ ഉടുക്കാൻ മറന്നു, അങ്ങനത്തെ. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ വഴക്ക് പറയും. അപ്പോൾ ഞാൻ വഴക്ക് പറയണമെന്നുള്ള രീതിയായി. പിന്നെ ഇല്ലാത്ത കള്ളം പറയാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് പോയി. അപ്പോൾ ഈ വയസ്സായവരെന്ന് പറയുമ്പോൾ അവർ സത്യസന്ധമായിട്ടായിരിക്കില്ല പറയണം, അവരെല്ലാം ഓർമ്മയിൽ നിന്നും ഊഹാപോഹം വെച്ചും കുറേ കാര്യങ്ങളങ്ങ് പറയും. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം എൻ്റെ കുടുംബജീവിതത്തിലൂടെ പറയാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് പരസ്പരം അറിയാം. അണ്ണൻ്റെ മോന് എനിക്കും അറിയാം, എനിക്ക് അണ്ണൻ്റെ മോനെ അറിയാം, അവരുടെ സഹോദരങ്ങൾക്കും അറിയാം അവൻ നല്ലവണ്ണം നോക്കണവനാണെന്ന്. പിന്നെ എൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം നിന്നിട്ട് പിന്നെ എനിക്ക് പെട്ടെന്ന് മോളുടെ അടുത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നതുകൊണ്ട് പിന്നെ ആംബുലൻസിലാണ് കൊണ്ടുപോയത്. അപ്പോൾ ആംബുലൻസ് തിരിച്ചൊക്കെ കൊണ്ടുപോയി. അവിടെ ചെന്നതിന് ശേഷം അണ്ണൻ്റെ ഇഷ്ടപ്രകാരം ഒക്കെ നടക്കാൻ വിട്ടു. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ മാറിയെന്ന് വെച്ചാൽ ഈ പിന്നെ പാഡ് വെച്ച് കൊടുക്കും. ചിലപ്പം പാഡ് വെച്ചേക്കും, ചിലപ്പോൾ മുണ്ടൂരി കൈ പിടിച്ചേക്കും, ചിലപ്പോൾ പാഡൊക്കെ അയച്ച് ദൂരെ കളയും. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഡോക്ടർ പറഞ്ഞു ആ ആളിൻ്റെ സ്വഭാവം അനുസരിച്ച് അങ്ങ് വിട്ടരാം, പ്രായം ചെന്ന ആളല്ലേ എന്നൊക്കെ പറഞ്ഞു പുള്ളിയുടെ ഇഷ്ടപ്രകാരം അങ്ങ് വിട്ടപ്പോൾ പിന്നെ ആൾക്കാരാരെങ്കിലും കണ്ടാൽ നമുക്കാണെങ്കിൽ നാണക്കേട് തോന്നും, മറ്റുള്ളവർ ആണെങ്കിൽ പറയും വയസ്സായ ആളല്ലേ സാരമില്ല എന്ന് പറഞ്ഞു. അപ്പം കാരണം എന്ന് വെച്ചാൽ മുണ്ടൊക്കെ കൈ പിടിച്ചിട്ട് ഉടുക്കാൻ മറന്നു. അതൊക്കെ ലാസ്റ്റ് സ്റ്റേജിൽ വരുന്നതാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞു എന്തെന്ന് വെച്ചാൽ, ഈ പ്രായം ചെന്ന് കഴിഞ്ഞാൽ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഈ അഹാന കൃഷ്ണയുടെ അമ്മമ്മയിലേക്ക് വരാം. അമ്മമ്മ എന്ന് വെച്ചാൽ ആദ്യം മുതൽ അമ്മമ്മ എന്ന് വെച്ചാൽ കുറച്ച് നിർബന്ധ ബുദ്ധിക്കാരിയും, ആ നിർബന്ധ ബുദ്ധി തന്നെ അവർക്ക് എന്തോ ഉള്ളിൽ ചെറിയ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ആ നിർബന്ധ ബുദ്ധിയൊക്കെ പറയുന്നത്. അപ്പമ്മനോട് തന്നെ വഴക്കിടുമായിരുന്നു കാണണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആദ്യമേ അവർക്ക് ചെറിയ പ്രശ്നവും കാര്യങ്ങളും ഉള്ളതാണ്. ഇനി ഒരു വീട്ടിൽ 2 മക്കളുണ്ടെങ്കിൽ 2 പേരെയും ഒരുപോലെ എല്ലാവരും സ്നേഹിക്കുന്നത് കുറവായിരിക്കും. ഒരല്പ സ്നേഹം ആരോടെങ്കിലും ചെറിയ വ്യത്യാസം കാണും, അത് പല സ്ഥലത്തും കാണും. ചിലർക്ക് ഒരുപോലെ സ്നേഹിക്കാൻ പറ്റും എന്ന് പറഞ്ഞാലും ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അത് പോട്ടെ, ഇത് അമ്മമ്മയ്ക്കും അപ്പൂപ്പനൊക്കെ ഈ കൊച്ചുമക്കളോട് ഭയങ്കര ഇഷ്ടമാണ് എങ്കിലും ചെറിയൊരു ഇഷ്ടം മറ്റേ മോളോടുണ്ടായിരിക്കും. പിന്നെ വീട്ടിനടുത്ത് നിൽക്കുന്ന ആൾക്കാരോട്, വീട്ടിന് കൂടെയുള്ളവരോടും ആ അപ്പനും അമ്മയ്ക്കും എപ്പോഴും ചെറിയൊരു ഇഷ്ടക്കേടായിരിക്കും. അക്കലെയുള്ള മക്കളോട് എപ്പോഴും ഭയങ്കരമായ സ്നേഹം ഉണ്ടായിരിക്കും. അതൊരു പ്രത്യേക നമ്മൾ മനസ്സിലാക്കണം. അത് മിക്ക വയസ്സായ ആൾക്കാർക്കുള്ള പ്രശ്നം ആണ്. അപ്പം അടുത്തുള്ളവർക്ക് എന്നോട് സ്നേഹമില്ലാന്നങ്ങ് തോന്നും, പക്ഷെ അകലെയുള്ളവരടുത്ത് ഇവരെ പറ്റി കുറ്റം പറഞ്ഞ് കേൾപ്പിക്കുമ്പോൾ അവർ വിശ്വസിക്കും. അപ്പം ഇവിടെ സംഭവിച്ച എന്തെന്ന് വെച്ചാൽ, ശരിക്കും കൃഷ്ണകുമാർ സാറിൻ്റെ വീട്ടുകാർ ഈ അമ്മമ്മയെ നോക്കി എന്നുള്ളത് വാസ്തവമായിരിക്കും. അവർ ഹോം നേഴ്സിനെ വെച്ചു,
നോക്കി എന്നുള്ളത് മിക്കവാറും വാസ്തവമായിരിക്കും. നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ മതി, പിന്നെ അങ്ങ് ഘോഷിക്കും. സമൂഹത്തിൽ കുറച്ച് അറിയപ്പെടുന്നവരാണെങ്കിൽ അവരെ പറ്റി കൂടുതൽ അനാവശ്യം അങ്ങ് പറഞ്ഞു വരുത്തും. അപ്പോൾ ആൾക്കാർ ഭയങ്കര വിഷമം വരും. സത്യം എന്തെന്ന് മനസ്സിലാക്കാതെയാണ് സോഷ്യൽ മീഡിയ കാര്യങ്ങൾ അടിച്ചു വിടുന്നത്. സത്യസന്ധത അവർ മനസ്സിലാക്കുന്നില്ല. അമ്മുമ്മ പറയുന്ന കാര്യം മിക്കവാറും സത്യമായിരിക്കില്ല. കാരണം അമ്മുമ്മ അതെല്ലാം ഉണ്ടാക്കിയെടുത്തങ്ങ് പറയും. അതുമല്ല, എല്ലാവരുടെയും കരഞ്ഞു വിളിച്ച് പറയുമ്പോൾ വയസ്സായവർ പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യും. ഒരുപാട് കുടുംബങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ വയസ്സായ അമ്മമാരാണ്. എല്ലാവരും വയസ്സായവർ പറയണ അങ്ങ് വിശ്വസിക്കും. അതെനിക്ക് മനസ്സിലാവണം എങ്ങനെയെന്ന് വെച്ചാൽ, എനിക്കറിയാവുന്നുള്ള എൻ്റെ ഫാമിലി തന്നെ ഒരാൾ, അതിൻ്റെ ഭർത്താവും ആ കുട്ടിയും കൂടെ ചിലപ്പോൾ കുട്ടികൾക്ക് സ്കൂൾ തുറക്കുമ്പോൾ ബുക്കും ബാഗും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം വെളിയിൽ പോകും. ഇത് അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടാണ് പോണത്. പക്ഷേ അവർക്കത് വിശ്വാസമില്ല. അവർ തിരിച്ചു വരും, കഥവെല്ലാം പൂട്ടി വയ്ക്കും. അവർ വീട്ടിൽ കയറണ്ടെന്ന് പറയും. അങ്ങനെ അവർ വെളിയിലായിപ്പോവും. വഴക്കൂടാൻ പറ്റുമോ? അങ്ങനെ എന്നിട്ട് അവർ വേറെ കുറേ ഇല്ലാ കഥകളൊക്കെ പറയും. അവർ വേറെ പ്രശ്നമാണ്. അവർ ചില സമയം പോലീസ് സ്റ്റേഷനിലൊക്കെ വിളിച്ച് പറയും. അപ്പോൾ പോലീസുകാർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനും കൂടെ പോയി പോലീസുകാരുടെ അടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവിടെ ഇരുന്ന മറ്റ് പോലീസുകാർ പറഞ്ഞു, ഈ അമ്മ അങ്ങനെയാണ്, ചുമ്മാ വഴക്കുണ്ടാക്കുന്ന അമ്മയാണെന്ന് പറഞ്ഞ് പോലീസുകാർക്ക് മനസ്സിലാക്കി കൊടുത്തു. ഞങ്ങൾ അവിടെ ഇരിക്കുമ്പം തന്നെ ആ അമ്മ വിളിച്ചപ്പോൾ പോലീസുകാർ നമ്മുടെ മുമ്പ് വെച്ച് അമ്മയെ വിളിച്ച് ലൗഡ് സ്പീക്കർ ഇട്ട് നമ്മളെ കേൾപ്പിച്ചു തന്നു. അപ്പോൾ വയസ്സായ അമ്മമാർ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയാണ് പല സ്ഥലങ്ങളിലും മനസ്സിലാക്കുക. സോഷ്യൽ മീഡിയ തീർച്ചയായിട്ടും അഹാന കൃഷ്ണയെ ചീത്ത വിളിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ദൂരെ ഇരിക്കുന്ന തൻവി ചേച്ചിമാരോട് സംഭവം അന്വേഷിക്കണമായിരുന്നു. ഈ തൻവി ചുമ്മാ ഇതിനെടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട തൻവി കുട്ടി, മോളുടെ ചേച്ചിമാർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് തോന്നും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന്. നമ്മുടെ സഹോദരങ്ങളാണ്. രണ്ടമ്മ മക്കളാണെങ്കിലും സഹോദരങ്ങളാണ്. എനിക്ക് ഏറ്റവും സന്തോഷം എന്തെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ബ്രദറിനെ നോക്കിയ സമയത്ത് എൻ്റെ സഹോദരൻ്റെ മോനെക്കാളും ഭാര്യയുടെ അമ്മ ഇന്നും അവർക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ മോളുടെ അമ്മാവനെ അതായത് നിങ്ങളെ സഹോദരനെ നിങ്ങൾ കൊണ്ടുപോയി അവരുടെ ആ ബുദ്ധിമുട്ടുള്ള സമയം 2 ദിവസം കഴിഞ്ഞ് അവൾ പ്രസവിച്ചു. ആ സമയത്ത് നിങ്ങൾ അവിടെ കൊണ്ടുപോകാമെന്ന് നോക്കാമെന്ന് പറഞ്ഞ് വളരെ സന്തോഷമായി അവർക്ക് ഇന്ന്. അതുപോലെ മാത്രമല്ല, എൻ്റെ സഹോദരങ്ങളുടെ മക്കളെല്ലാം ആൻറ്റീന്ന് വിളിച്ച് വരുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്,